Hello everyone, welcome back to my channel. Class 2 ഇംഗ്ലീഷിലെ പീസ് ഓഫ് കേക്ക് എന്ന ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് കീപ്പ് വാച്ചിങ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ആൻ എലിഫൻറ്റ്. അപ്പോൾ ചാപ്റ്ററിൽ നമ്മൾ എലിഫൻറ്റും കേക്കും ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എലിഫൻറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ എലിഫൻറ്റിനെ പറ്റിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഒരു സിമ്പിളായിട്ടൊരു ഡിസ്ക്രിപ്ഷനാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാ മക്കൾക്കും അവർക്ക് കഴിയുന്ന അവരുടേതായ രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നോക്കിയിട്ട് പോയിൻറ്റ്സ് എടുത്ത് എഴുതിയിട്ട് എക്സാമിനേക്ക് നമുക്ക് ആവശ്യമാണ്. ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്തായാലും ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നോക്കണം. രണ്ടാമത്തെ ഡിസ്ക്രൈബ്. കേക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും വരും. നമുക്ക് കേക്ക് കളർ ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഒരു കളർഫുള്ളായിട്ടൊരു കേക്ക് നിങ്ങൾക്ക് തരുമ്പോൾ അത് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യണ്ടേ. കേക്ക് ഒരു ടേസ്റ്റി ഫുഡാണ്. ഇറ്റ് ഇസ് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. ഡെക്കറേറ്റഡ് വിത്ത് ക്രീം ആൻഡ് ചെറീസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ കളർഫുൾ കേക്ക് ആയിരിക്കും അല്ലേ. അത് നോക്കി വെക്കണം. അടുത്തത് ദ എലിഫൻറ്റ് ഫാമിലി ഹാസ് എ സ്പെഷ്യൽ മെനു ഫിക്സഡ് ബൈ മദർ എലിഫൻറ്റ് ആൻഡ് റൈറ്റ് അബൌട്ട് ദ മെനു ഓഫ് ഫുഡ്. അപ്പം മദർ എലിഫൻറ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു മെനു ഉണ്ടാക്കി ഭക്ഷണത്തിന് അല്ലേ. അതെന്തൊക്കെയായിരുന്നു? അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? കോക്കനറ്റും ഷുഗർ കെയിനും ആണ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ആർക്കും ഇഷ്ടമില്ല, പക്ഷേ മദർ എലിഫൻറ്റ് പറയുകയാണ് നമുക്ക് ഫാറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ, അതുകൊണ്ട് ഫോർ ഈവനിങ് എന്താണ് അവർ കഴിച്ചത്? ഫോർ ഈവനിങ് ദേ ഡ്രാങ്ക് ബിറ്റർഗോഡിൻ്റെ ജ്യൂസാണ് അല്ലേ. ഫോർ ഡിന്നർ എന്തായിരുന്നു? കുക്കുംബറും കോക്കനട്ട്സും. അപ്പോൾ അത് ഏതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ നോക്കി വെക്കണം. എക്സാമിന് അത് എഴുതാൻ വന്നാൽ സെൻറ്റൻസ് ആക്കി എഴുതാൻ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് വാട്ട് ആർ ദ ചേഞ്ചസ് ദ എലിഫൻറ്റ് ഫാമിലി മെയ്ഡ് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനായിട്ട് കുറച്ചും കൂടി സിമിലർ ഉള്ളത് തന്നെയാണ്. നേരത്തെ ഞാനിട്ട് അതേ ക്വസ്റ്റ്യനായിട്ട് കുറച്ച് സിമിലർ ആണ്. നമുക്ക് നോക്കാം. എലിഫൻറ്റ് ഫാമിലി ചേഞ്ച് ദ ബ്രേക്ക്ഫാസ്റ്റ് ടു കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. ബ്രേക്ക്ഫാസ്റ്റിന് അവർ കോക്കനറ്റും ഷുഗർ കെയിനുമായിട്ട് മാറ്റി. അതാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്കിത് ഏതാ, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. എവറി ഡേ ദേ ഡിഡ് സം എക്സസൈസസ്. അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ചെയ്തത്? സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ് അങ്ങനെ തുടങ്ങിയ എക്സസൈസൊക്കെ അവർ ചെയ്തു. ആൻഡ് ദേ ഡ്രാങ്ക് ബിറ്റർഗോഡ് ജ്യൂസ്. ബിറ്റർഗോഡിൻ്റെ കഴിപ്പുള്ള ജ്യൂസാണ് അവർ കുടിക്കുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് മെലിയണം. അവർ ഫാറ്റ് ആയതുകൊണ്ട് മെലിയാൻ വേണ്ടിയിട്ട് അവർ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടി അവർ മാറ്റി ബിസ്ക്കറ്റ്സൊക്കെ അവർ ഒഴിവാക്കി അല്ലേ. ഇത് ഞാൻ ആക്ടിവിറ്റി 17 എന്ന് കൊടുത്തത്. അവിടെ നമുക്കൊരു എല്ലാവരും എന്തൊക്കെ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ആര് പറഞ്ഞതാണെന്ന് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആക്കി നമ്മൾ യൂണിറ്റ് ടെസ്റ്റിന് വേണ്ടി എന്തായാലും നോക്കി വെക്കുക. അപ്പോൾ ഞാനത് ഇവിടെ എക്സ്ട്രാ എഴുതിയിട്ടില്ല. എല്ലാവരും വൺസ് ഇൻ എ വീക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും ശ്രമിക്കുക. അടുത്തത് ഫുഡ് ഹാബിറ്റ്സ്, ഡ്രോ എ സ്യൂട്ടബിൾ ഇമോജി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫുഡ് ഹാബിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ആക്ടിവിറ്റിയിലുള്ള ഭാഗം തന്നെയാണ്. ഈറ്റിംഗ് ടു മച്ച്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യമാണോ? ഗുഡ് ഓർ ബാഡ്? ബാഡാണല്ലേ. ടോക്കിംഗ് വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത്. ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നന്നായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം അല്ലേ. നമ്മളെ രുചിമേളത്തിൽ പഠിച്ചതല്ല എല്ലാവരും. നോട്ട് ഈറ്റിംഗ് മീൽസ്. ഭക്ഷണം കഴിക്കാതെ ഒഴിവാക്കുക അല്ലേ. ആൻഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പം ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. ആൻഡ് താങ്ക് യു. കീപ് വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അതിന് ചെറിയൊരു യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനെക്കുറിച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാം. ആൻഡ് താങ്ക് യു.